സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അതൊന്ന് സക്സസ്സിലെത്തിയതിന് ശേഷം അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ് കേട്ടോ. കാരണം അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. കാരണം പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് ചെയ്യില്ല, അങ്ങനെ കുറേ പേര് ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ് ഫസ്റ്റ് തുടങ്ങിയത് നമ്മൾ ഡ്രസ്സിൻ്റെ ഇതിലായിരുന്നു. പക്ഷേ അതിൽ നല്ലതുപോലെ എനിക്ക് പണി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഹെയർ ആക്സസറീസിലോട്ട് തിരിഞ്ഞത്. കാരണം മറ്റേ ഡ്രസ്സിൻ്റെ നമുക്ക് ഒട്ടും ലാഭം ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറും 100 രൂപ ലാഭം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ആക്സസറീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ മെറ്റീരിയൽ വാങ്ങിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് സ്വന്തമായിട്ട് റേറ്റ് ഇടാൻ പറ്റും. മറ്റേത് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ റീസെല് പോലെ ചെയ്യുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരുന്നു. എൻ്റെ എഫേർട്ട് കാര്യങ്ങളൊക്കെ വെറുതെ ആയിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയൊരു എമൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സഹായമാവും കേട്ടോ. കാരണം നമുക്ക് വയ്യാത്തൊരു സിറ്റുവേഷനിൽ അവരും കൂടെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവൂലേ. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്ത് ഫിനിഷാക്കി അയക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ വിഷ്ണുവാണ് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മെൻ്റൽ സപ്പോർട്ടും അതുപോലെ തന്നെ വർക്കിന് സപ്പോർട്ടും തരുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബിസിനസ് നല്ല രീതിക്കായിരിക്കും മുമ്പോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഹാർഡ് വർക്കും കൂടെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഇരട്ടിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. എങ്കിൽ നമുക്ക് ഇതുപോലെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.